ഫാമിലി റൗണ്ടിന്റെ ഫസ്റ്റ് എപ്പിസോഡിന് ശേഷം എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഫാമിലിയാണ് സായി കൃഷ്ണ. കാരണം എന്തെന്ന് വെച്ചാൽ ബിഗ് ബോസ് ഹൗസിൽ ഫാമിലി റൗണ്ട് തുടങ്ങിയപ്പോൾ ആദ്യം വന്ന ഫാമിലി ഋഷിയുടെയും അൻസിബയുടെയും ആയിരുന്നു. അത് തൊട്ടേ സായി പറയുന്നുണ്ടായിരുന്നു, അയ്യോ ബിഗ് ബോസ് ഹൗസേ, എൻ്റെ ഫാമിലിയിൽ ആരെ വേണമെങ്കിൽ കൊടുന്നോളൂ, പക്ഷെ അച്ഛനെ മാത്രം കൊണ്ടുവരരുത് എന്ന്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അച്ഛനും സായിയുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പിലല്ല. അപ്പോൾ തൊട്ട് എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുന്നുണ്ടായിരുന്നു സായിയുടെ ആരാണ് വരിക എന്ന്. അങ്ങനെ ആകാംക്ഷ അവസാനിപ്പിച്ചുകൊണ്ട് സായിയുടെ വൈഫ് സ്നേഹയാണ് ഫാമിലി റൗണ്ടിൽ സായിയെ കാണാൻ വന്നത്. പറയാതിരിക്കാൻ കഴിയില്ല, അടിപൊളിയായിട്ടാണ് സ്നേഹയുടെ എൻട്രി ബിഗ് ബോസ് ഹൗസിലേക്ക് ഉണ്ടായത്. ഞാൻ തന്നെ ഒരുപാട് തവണ ആ എൻട്രി മാത്രം സായി തീരെ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല തന്റെ ഫാമിലി അവിടെ വരും. എന്തായാലും ഒരുപാട് ദിവസം കാണാത്തതിന്റെ സ്നേഹപ്രകടനമൊക്കെ അവിടെ നടത്തി. സത്യം പറയാലോ, നമ്മൾ സീക്രട്ട് ഏജന്റിലൂടെ കണ്ടിരുന്ന സായിയും സ്നേഹയും അല്ല എന്ന് തന്നെ എനിക്ക് തോന്നിപ്പോയി. സ്നേഹ ബാക്കിയുള്ള കണ്ടസ്റ്റൻസുമായിട്ട് ഒരുപാട് മിങ്കിളാവുന്നതൊന്നും കണ്ടില്ല. ഭർത്താവുമായി തനിച്ച് ഒരുപാട് നേരം സംസാരിച്ചു, റൂമിലും ഔട്ട്ഡോറും ഒക്കെ ആയിട്ട്. സായിയുടെ ഡോഗിനെ കുറിച്ച് സ്നേഹയോട് സായി ചോദിക്കുന്നുണ്ട്. ആദ്യമൊക്കെ അതിന് ഉത്തരം പറയാതെ സ്നേഹ വഴുതി മാറിയെങ്കിലും പിന്നീട് സായിയുടെ ചോദ്യത്തിന് കീഴടങ്ങേണ്ടി വന്നു. അതിൽ 2 ഡോഗിനെ കുറിച്ചാണ് സായി ചോദിക്കുന്നത്. അതിൽ ഒരു ഡോഗ് മരണപ്പെട്ടിരിക്കുന്നു. അത് കേട്ടും സായി ആകെ ഇമോഷണൽ കരച്ചിലായിരുന്നു സായി. കാരണം അത്രയും അറ്റാച്ച്ഡ് ആയിരുന്നു സായി ആ ഡോഗ്. സായി പറയുന്നത് എനിക്കൊരു നോക്ക് കാണാൻ പോലും കഴിഞ്ഞില്ലല്ലോ എന്നാണ്. നമുക്കും അത് കണ്ടപ്പോൾ വളരെ ഫീലിംഗ് ആയി. സായി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അതിനെ നോക്കിയിട്ടുണ്ടാവില്ലല്ലേ എന്നൊക്കെ. പിന്നീട് വാഷ്റൂമിലും പോയി ഒരുപാട് കരയുന്നുണ്ട് സായി. സായിയുടെ പിന്നാലെ തന്നെ സ്നേഹ പോകുന്നുണ്ട്. സാരമില്ല, അത് മറക്കൂ, അവൻ പോയി എന്നൊക്കെ സ്നേഹ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയോ സായിയെ സ്നേഹ അങ്ങനെ ഒതുക്കി. പിന്നീട് അവർ പുറത്ത് സോഫയിലും ഇരുന്ന് കുറേ നേരം സംസാരിക്കുന്നുണ്ട്. അതിൽ സായി ചോദിക്കുന്നുണ്ട്, ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ നിന്നെ ഏറെ മിസ് ചെയ്തത്. നിന്നെ അറിഞ്ഞത്, നിന്നെ മനസ്സിലാക്കി ഞാൻ ഇവിടെ വന്നപ്പോഴാണ്. ഇവിടെ വന്നിട്ട് ഓരോരുത്തരും എന്നോട് ഡ്രസ്സ് എങ്ങനെയുണ്ട്, ഞാനിട്ട ലിപ്സ്റ്റിക് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ നിന്നെയാണ് ആലോചിക്കുന്നത്. നീ അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ അത് വില വെച്ചിരുന്നത് പോലുമില്ല, ഇഗ്നോർ ചെയ്യുകയായിരുന്നു. ഞാൻ ഇപ്പോഴാണ് നിന്നെ മനസ്സിലാക്കുന്നത്. അത് കേട്ടതും സ്നേഹയുടെ കണ്ണുകൾ ശരിയാണല്ലേ, ഒരുവിധം എല്ലാ ഭർത്താക്കന്മാരും ഇങ്ങനെ തന്നെയാണ്. ഭാര്യമാർ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അത് ഇഗ്നോർ ചെയ്യുകയാണ് പതിവ്. വേറെ ആരും ചോദിക്കാനില്ല, അവർ ഭർത്താക്കന്മാരോടാണ് ചോദിക്കുന്നത്. അപ്പോൾ അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കി അത് ആ രസമുണ്ട് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അത് ഭംഗിയുണ്ട് എന്ന് പറയുമ്പോൾ ഭാര്യമാർക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്, അത് വേറെ തന്നെയാണ്. സായി ഇപ്പോൾ അത് മനസ്സിലാക്കുന്നു. സായി അത് മനസ്സിലാക്കാൻ ബിഗ് ബോസ് ഹൗസിലേക്ക് വരേണ്ടി വന്നു. ആലോചിച്ച് നോക്ക്, ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ ഒരു 7-8 വർഷമായി കാണും സായിയുടെയും സ്നേഹയുടെയും വിവാഹം കഴിഞ്ഞിട്ട്. എന്നിട്ട് ബിഗ് ബോസ് ഹൗസിൽ സായി എത്തിയതിനു ശേഷമാണ് സായിക്ക് സ്നേഹയെ മനസ്സിലാക്കാൻ സാധിച്ചത് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ബിഗ് ബോസ് ഹൗസിൽ പോയപ്പോഴെങ്കിലും സായിക്ക് സ്നേഹയെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അല്ലാതെ എത്ര പേരുണ്ട് പുറത്ത്. ബിഗ് ബോസ് ഹൗസിൽ പോകാൻ പറ്റുമോ എല്ലാവർക്കും? ഇതിനിടയിൽ എനിക്ക് പറയാനുള്ളത്, എല്ലാ ഭർത്താക്കന്മാരും ഒന്ന് ഭാര്യയെ പ്രോത്സാഹിപ്പിച്ചു വിടുക ഇടയ്ക്കൊക്കെ, എപ്പോഴുമില്ലെങ്കിലും. അങ്ങനെ വീണ്ടും നമുക്ക് ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ചു. അങ്ങനെ സായിയും സ്നേഹയും തമ്മിൽ നല്ലൊരു കോൺവെർസേഷൻ തന്നെ ആയിരുന്നു. സായി പറയുന്നത്, ഞാൻ ഇപ്പോൾ തന്നെ ബിഗ് ബോസ് കപ്പ് അടിച്ചു കഴിഞ്ഞു. സ്നേഹ, അമ്മ, അച്ഛൻ, ഇതാണ് എനിക്ക് ഏറ്റവും വലുത്. അത് എനിക്ക് കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ കപ്പടിച്ച ഫീലിംഗ് ആണ്. അച്ഛൻ എന്ന് പറഞ്ഞ് പേടിച്ച സായിക്ക് ബിഗ് ബോസ് നല്ലൊരു പണി കൊടുത്തു. പണി, സർപ്രൈസ്, അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. അച്ഛൻ ലൈവായിട്ട് തന്നെ സ്ക്രീനിൽ വന്നിരുന്നു. സായിയോട് സംസാരിച്ചു, എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു. കുറച്ച് മുന്നേക്ക് അങ്ങനെയാണ്, ആൺമക്കള് അച്ഛന്മാരുമായിട്ട് ഒരു ഡിസ്റ്റൻസ് ഉണ്ടാകും. അവരങ്ങനെ വല്ലാതെ മിങ്കിളാവാറില്ല അച്ഛന്മാരും. ചില കാര്യങ്ങൾ അച്ഛന്മാർ ഉപദേശിക്കുന്നത് ആൺമക്കൾക്ക് പറ്റാറില്ല. അങ്ങനെ ചെറിയ ചെറിയ സ്വരച്ചേർച്ച വരും. അത്രയേ ഉള്ളൂ സായിയുടെ കാര്യത്തിലും. അത് സായി വലിയൊരു സംഭവമാക്കി എടുത്തതാണ്. അത് സായി അച്ഛൻ വരരുതേ എന്ന് ബിഗ് ബോസ് ഹൗസിലൂടെ പറഞ്ഞപ്പോൾ തന്നെ സ്നേഹ സീക്രട്ട് ഏജന്റ് എന്ന ചാനലിലൂടെ അത് പറഞ്ഞിരുന്നു, അവർ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഒന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന്. അതെ, അതുപോലെ തന്നെ ഒന്ന് സംസാരിച്ചപ്പോൾ തീർന്നു പ്രശ്നം. സായി സ്നേഹിയുമായി സംസാരിക്കുന്നതിനിടയ്ക്ക് സായി ഒരു കാര്യം പറയുന്നുണ്ട്, നമ്മൾ പുറത്ത് കണ്ടിരുന്ന, നമ്മൾ പുറത്ത് സംസാരിച്ചിരുന്ന ബിഗ് ബോസ് അല്ല ഇവിടെ. അപ്പോൾ സ്നേഹിയും പറയുന്നുണ്ട്, ശരിയാണ്, നമ്മൾ പുറത്ത് സംസാരിച്ചിരുന്നത് പോലെയല്ല, എല്ലാവരും എന്തൊരു സ്നേഹമാണ് എന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ബിഗ് ബോസിന്റെ കളി വല്ലാത്തൊരു കളി തന്നെയാണ്. ബിഗ് ബോസിന്റെ തകർപ്പൻ എഡിറ്റിംഗ് കളി കഴിഞ്ഞിട്ടാണ് നമ്മൾ എല്ലാം കാണുന്നത്. എഡിറ്റിംഗിലൂടെ ബിഗ് ബോസിന് പല കാര്യങ്ങളും നമ്മളെ കൺവിൻസ് ചെയ്യാൻ, പ്രേക്ഷകരെ പല രീതിയിലേക്ക് ബിഗ് ബോസിന് കൊണ്ടുപോകാൻ പറ്റും. ബിഗ് ബോസിന്റെ എഡിറ്റിംഗ് കളിയിൽ നിന്നും പ്രേക്ഷകരായ നമ്മൾ ജെന്യുവിനായ കണ്ടസ്റ്റൻസിനെ മനസ്സിലാക്കണം. എന്തായാലും സായിയുടെ കോൺവെർസേഷനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. സായിയുടെ മാറ്റം അത് അടിപൊളിയാണ്. പുറത്തിറങ്ങിയിട്ടും ഈ പറഞ്ഞതൊക്കെ പാലിച്ചാൽ മതി. ഫോർ മോർ വീഡിയോസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.